നമസ്കാരം. കുറച്ചുകാലമായി BSNL സ്വകാര്യ ടെലികോം കമ്പനികളുമായി വൻ മത്സരത്തിലാണ്. അതിന്റെ ഭാഗമായി കേരള സർക്കിളിൽ 1000 4G ടവറുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. ടെലികമ്മ്യൂണിക്കേഷൻസ് ഡിപ്പാർട്ട്മെന്റാണ് 4G ടവറുകളുടെ എണ്ണത്തിൽ പുതിയ റെക്കോർഡിട്ട വിവരം അറിയിച്ചത്. BSNLന്റെ പ്രധാന വിപണികളിലൊന്നാണ് കേരളം. ഇന്ത്യയിൽ ആദ്യമായി BSNL 4G സേവനം ആരംഭിച്ചത് കേരള സർക്കിളിലാണ്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ആരംഭിച്ച സേവനം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിച്ചു വരികയാണ്. ടവറുകളുടെ എണ്ണം കൂടുന്നത് ഉയർന്ന ഗുണമേന്മയുള്ള സേവനം ലഭ്യമാക്കാൻ നിർണായകമാണ്. കഴിഞ്ഞ തവണ BSNL പുറത്തുവിട്ട കണക്കുകൾ അനുസരിച്ച് 25,000-ത്തിലധികം ടവറുകളിൽ 4G സേവനങ്ങൾ ലഭ്യമാണ്. അടുത്ത ദീപാവലിയോടെ രാജ്യത്ത് 75,000 ടവറുകൾ തുറക്കാനാണ് BSNL ലക്ഷ്യമിടുന്നത്. നടപ്പ് സാമ്പത്തിക വർഷം 2024-25 ഇത് 1 ലക്ഷമായി വ്യാപിപ്പിക്കാനും പദ്ധതിയുണ്ട്. 5G നെറ്റ്വർക്കിലേക്ക് എളുപ്പത്തിൽ മാറാവുന്ന തരത്തിലാണ് ഈ ടവറുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. BSNL 5Gയിലേക്കും അതിവേഗം കടക്കാനുള്ള ഒരുക്കത്തിലാണ് നിലവിൽ. ഡൽഹിയിലെ നെഹ്റു പ്ലേസ്, ചാണക്യപുരി എന്നിവിടങ്ങളിൽ ആദ്യ പരീക്ഷണം നടന്നു കഴിഞ്ഞു ഇതിനോടകം തന്നെ. അടുത്ത വർഷത്തോടെ പരീക്ഷണം പൂർത്തിയാക്കി വാണിജ്യാടിസ്ഥാനത്തിൽ 5G ലഭ്യമാക്കാനാണ് BSNL കഠിനമായി പരിശ്രമിക്കുന്നത്. ഈ അടുത്താണ് ജിയോയും എയർടെല്ലും വോഡഫോണുമെല്ലാം മൊബൈൽ റീചാർജ് നിരക്ക് കുത്തനെ ഉയർത്തിയത്. ഇത് ഉപഭോക്താക്കൾക്ക് വലിയ തിരിച്ചടിയാണ് നൽകിയത്. ജിയോ 12% മുതൽ 25% വരെ വർദ്ധിപ്പിച്ചപ്പോൾ എയർടെൽ 11% മുതൽ 21% എന്ന തോതിലും വോഡഫോൺ ഐഡിയ 10% മുതൽ 21% എന്ന നിലയിലുമാണ് നിരക്കുകൾ ഉയർത്തിയത്. അതോടെ നിരവധി ഉപഭോക്താക്കൾ നമ്പർ പോർട്ട് ചെയ്ത് BSNLിലേക്ക് മാറിയിരുന്നു. BSNL പ്രതാപകാലത്തിലേക്ക് തിരിച്ചുവരാൻ ഒരുങ്ങുകയാണ്. നിലവിൽ BSNLന്റെ മുന്നേറ്റം ജിയോയ്ക്കും എയർടെലിനുമെല്ലാം വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ടാറ്റ ഗ്രൂപ്പുമായി ഭീമമായ കരാറാണ് നേരത്തെ BSNL ഒപ്പുവെച്ചത്. ഇത് 15,000 കോടി രൂപയുടെ കരാറാണ്. സ്വകാര്യ ടെലികോം കമ്പനികളെ അപേക്ഷിച്ച് വൻ മുന്നേറ്റം തന്നെയാണ് ഈ പൊതുമേഖലാ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ BSNLന്റെ നഷ്ടത്തിന്റെ തോത് കുറഞ്ഞു വരികയാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ നഷ്ടത്തിൽ 2,790 കോടി രൂപയുടെ കുറവാണ് BSNL രേഖപ്പെടുത്തിയത്. ടെലികോം മേഖലയിൽ പുത്തൻ കുതിപ്പിന് തയ്യാറാവുകയാണ് ഈ പൊതുമേഖലാ സ്ഥാപനം. BSNL, MTNL എന്നിവയ്ക്കായി 1 ലക്ഷം കോടി രൂപയാണ് ആകെ അനുവദിച്ചിട്ടുള്ളത്. നേരത്തെ 64,787.17 കോടി രൂപ BSNLനായി ബജറ്റിൽ നീക്കിവെച്ചിരുന്നു. BSNLന്റെ സാങ്കേതിക നവീകരണത്തിനും പുനർനിർമ്മാണത്തിനുമായി കേന്ദ്ര ബജറ്റിൽ 82,911 കോടി രൂപ അനുവദിച്ചിരുന്നു. 4G സേവനങ്ങൾ രാജ്യമൊട്ടാകെ വിപുലീകരിക്കാനും മറ്റു പദ്ധതികൾക്കുമായി ഈ തുക വിനിയോഗിക്കും. തദ്ദേശീയമായി നിർമ്മിച്ച 4G നെറ്റ്വർക്ക് സാങ്കേതിക വിദ്യകളാവും BSNL 4G വിന്യാസത്തിനായി ഉപയോഗിക്കുക. ടാറ്റ കൺസൾട്ടൻസി സർവീസ്, C. എന്നിവയുമായി സഹകരിച്ചാവും BSNL 4G നെറ്റ്വർക്ക് യാഥാർത്ഥ്യമാക്കുക. BSNLന്റെ ഈ മുന്നേറ്റം ജിയോയ്ക്ക് വെല്ലുവിളിയാകുന്നുണ്ട്. കൈവിട്ടുപോയ ഉപഭോക്താക്കളെ തിരിച്ചുകൊണ്ടുവരാനായി ജിയോ ചെറിയ പ്ലാൻ അവതരിപ്പിച്ചിരുന്നു. ജിയോ, എയർടെൽ തുടങ്ങിയ ടെലികോം ഭീമന്മാരോട് പിടിച്ചു നിൽക്കാൻ വൻ പദ്ധതികളാണ് BSNL ഒരുക്കുന്നത്. 160 വർഷമായി BSNL പൊതു ടെലിഗ്രാം സേവനം നടത്തി വരുന്നുണ്ട്. 1990കളുടെ തുടക്കത്തിലാണ് BSNL ലാൻഡ് ലൈൻ ആരംഭിച്ചത്. 2021 ഫെബ്രുവരി വരെ BSNLന് രാജ്യത്തിനകത്ത് 9.55 ദശലക്ഷത്തിലധികം ഉപഭോക്താക്കളും 47.20 വിപണി വിഹിതവും ഉണ്ടായിരുന്നു. എന്തായാലും BSNL അടിമുടി ആകെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രതാപകാലത്തേക്ക് തിരിച്ചു വരാനുള്ള ശ്രമത്തിലാണ് ഈ പൊതുമേഖലാ സ്ഥാപനം നിലവിൽ. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.